ഹായ്, ഹെറിസ് ബ്യൂട്ടി മീഡിയ ലവ്ലീസ് വ്ലോഗ്. ഞാൻ കണ്ടു മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. മിക്കവാറും എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നവൻ, മേക്കപ്പിനോട് വേണ്ട എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നവരും മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് പല പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ അത് മേക്കപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്ത്രീകളാണെങ്കിൽ എല്ലാവർക്കും, പുരുഷന്മാർക്കും ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുന്നത്. അവരും അതിലൊക്കെ ഇപ്പോൾ ഇത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആണ് എല്ലാവരും. നമുക്ക് എന്താ ഞാൻ പറയാൻ വരുന്നതെന്ന് പറയാം. മേക്കപ്പ് ചെയ്തിട്ട് അലർജി വന്നു, ലിപ്സ്റ്റിക് ഇട്ടിട്ട് അലർജി വന്നു, മേക്കപ്പ് ഇട്ടപ്പോൾ എൻ്റെ മുഖത്തൊക്കെ കുരു വന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒത്തിരി പരാതികൾ പറയുന്ന ആൾക്കാരുണ്ട്. ആ പ്രൊഡക്റ്റ് കൊള്ളത്തില്ല, ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ പ്രൊഡക്റ്റിനെ കുറ്റം പറയും മുമ്പ് നമ്മളുടേതായ രീതിയിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ, അതങ്ങനെ വരാൻ നമ്മൾ കാരണമാണോ അത് വന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണം. കാരണം ഞാൻ കണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങളിൽ നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് സ്പോഞ്ച്, പൗഡർ പാഡ്, ഇതെല്ലാം നമ്മൾ നീറ്റായിട്ട് ഉപയോഗിക്കണം. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിൽ നമ്മളത് മിക്കവാറും എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അത് കെയർ ചെയ്യുന്നവരാണ്. പക്ഷെ ഉപയോഗിക്കുന്ന ആൾക്കാർ തനിയെ സെൽഫ് മേക്കപ്പ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അല്ലാതെ പിന്നെ പല സ്ഥലങ്ങളിലും പോയി മേക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ സ്വന്തമായി മേക്കപ്പ് ഉപയോഗിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ പൗഡർ പാഡും സ്പോഞ്ചും ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഇപ്പം എല്ലാവരും പൗഡർ പാഡും സ്പോഞ്ചും ഒന്നും അധികം ആരും ഉപയോഗിക്കുന്നത്, എല്ലാവരും ബ്രഷൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ചാണ് എല്ലാവരും എല്ലാ പരിപാടികളും ഇപ്പോൾ. അതുകൊണ്ട് അതിനേക്കാൾ ഏറ്റവും എപ്പോഴും നല്ലത് സേഫായിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. കാരണം ഇത് നമുക്ക് എപ്പോഴും വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിങ്ങനെ ഉടുപ്പ് ഊരുമ്പോൾ ഊരിയിട്ട് ഇത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. സ്പോഞ്ചും നമുക്ക് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ബ്രഷും നമ്മൾ വാഷ് ചെയ്യണം, വാഷ് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് ബ്രഷും. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത ശേഷം ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്തൊക്കെ വെക്കണം. ഒന്ന് സാനിറ്റൈസ് ചെയ്ത് വെക്കണം. നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് ഈ പൗഡർ പാഡ് സ്പോഞ്ചും ഒക്കെ മാസങ്ങളോളം നമ്മൾ ഉപയോഗിച്ചിട്ട് കഴുകാതെ ഇരിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അത് വാഷ് ചെയ്യണം. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ വാഷ് ചെയ്ത് വെക്കണം. മേക്കപ്പിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ക്ഷീണമാണെങ്കിൽ പിറ്റേ ദിവസം ആയാലും എപ്പോഴായാലും അത് നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നമ്മളത് വാഷ് ചെയ്ത് ഒന്ന് സാനിറ്റൈസ് ചെയ്തൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പോടുകൂടി നമ്മുടെ മുഖത്ത് ഉള്ള അണുക്കളെല്ലാം ഇതിനകത്താവുന്നതാണ്. ഇതവിടെ ഇരുന്ന് പെരുകും. അതാണ് വീണ്ടും നമ്മളത് എടുത്ത് മുഖത്ത് തേക്കുന്നതും മുഖം നിറയെ കുരു വരുന്നതും ഒക്കെ. അതേസമയം നമ്മളത് വേണ്ട രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കുരുവൊന്നും വരില്ല. നമ്മുടെ മേക്കപ്പിനെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച ശേഷവും നമുക്ക് കുരു വരുവാണെങ്കിൽ ശരി, ആ മേക്കപ്പ് സാധനത്തിന്റെ കുറ്റമാണെന്ന് നമുക്ക് പറയാം. പിന്നെ അല്ല, അതുപോലെ തന്നെ ബ്രഷും അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഒന്ന് സാനിറ്റൈസർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും നന്നായിട്ടിരിക്കും. നമുക്ക് അസുഖങ്ങളൊന്നും നമ്മുടെ സ്കിന്നിനെ ബാധിക്കാതിരിക്കും. ലിപ്സ്റ്റിക്ക് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമാണ്. ലിപ്സ്റ്റിക്ക് ചിലർ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുറന്ന് ഇങ്ങനെ വാരി തേക്കുന്നവരുണ്ട്. എന്നിട്ട് അത് അങ്ങനെ തന്നെ അടച്ചങ്ങനെ വെക്കും. അപ്പം നമ്മുടെ ചുണ്ടിലെ അണുക്കളുണ്ട് അതിൽ. നമ്മൾ എത്രയായാലും നമ്മുടെ വായിൽ സലൈവ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മളെപ്പോഴും ചുണ്ടിങ്ങനെ നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ആ സാധനമാണ് ഇതിൽ നമ്മൾ വെച്ച് തേച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചത് വെച്ച് കഴിയുമ്പം പിന്നീടും അടുത്ത് അതവിടെ ഇരുന്നിട്ട് അത് ഒരു അണുവാണ്, അത് അവിടെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളിതെടുത്ത് ഉപയോഗിക്കും. അങ്ങനെയല്ല, ദിവസവും നമ്മൾ അത് ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് സാനിറ്റൈസർ എന്തെങ്കിലും വെച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് അതൊരു ടിഷ്യൂ വെച്ച് ഒന്ന് ഒപ്പി അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സേഫാണ്. അതുപോലെ നമ്മൾ മേക്കപ്പ് എല്ലാം ഇട്ട് രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മൾ മേക്കപ്പൊക്കെ അഴിച്ചിട്ട് നമ്മൾ ഈ ആസ്ട്രിജൻ്റ് എന്ന് പറയുന്ന
ഇത് പല കമ്പനിയുടെയും കിട്ടും, വാങ്ങി അതൊന്ന് മേക്കപ്പ് കഴിഞ്ഞിട്ട് മുഖത്ത് കോട്ടൺ വെച്ചിട്ടൊന്ന് തുടച്ചിട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല സ്കിന്നിന് ഒരു കുഴപ്പം, ഒരു കുരുക്കളോ അണുക്കളോ ഒന്നും വരില്ല. അങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നോ, അത് സൂക്ഷിച്ച ശേഷവും നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ പിന്നെ കുറ്റം പറയാം. നമ്മളുടെ ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടാവുന്നതിന് നമ്മൾ വളരെ കെയർ ചെയ്യുക. ഇത് എല്ലാവരും ഇതിങ്ങനെ കെയർ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെയും നമ്മളുടെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് നമ്മൾ തനിയെ വിചാരിച്ചാലേ പറ്റും. നമ്മൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായി നമ്മൾ ചെയ്താലേ പറ്റും. മറ്റുള്ളവർ വിചാരിച്ചാൽ നമ്മളുടെ സ്കിന്ന് നേരെയാവില്ല. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളുടെ ഇത് കുറ്റം ശ്രദ്ധിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളെ കുറ്റം പറയും. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.